എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ്. ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത് നമ്മളെപ്പോഴും വേസ്റ്റാക്കി കളയുന്ന ഈ ഡിഷ് വാഷിൻ്റെ ഒരു ഒഴിഞ്ഞ കുപ്പിയും പിന്നെ അതുപോലെ കേടാവുമ്പോൾ വെറുതെ കളയുന്ന ഒരു പഴയ ടീഷർട്ടും റീയൂസ് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പഴയ ടീഷർട്ട് എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്യണം. ആദ്യം ഈ കൈയിൻ്റെ ഭാഗം രണ്ടും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ, കൈയുടെ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു, പിന്നെ ആ കഴുത്തിൻ്റെ ഭാഗം കട്ട് ചെയ്തു, പിന്നെ ഇതിങ്ങനെ രണ്ടായിട്ട് സെൻറ്ററിൽ മടക്കി. ഇനി ഈ സെൻറ്ററിലും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഇതിനെ നടുവിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി ഇതിൽ ഞാനിപ്പോൾ ഒരു സിസർ വെച്ചിട്ട് ചെറിയ സ്ട്രിപ്പുകൾ പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഫുൾ അങ്ങോട്ട് കയറ്റി മുറിക്കരുത്. ഒരു 1/4 ഭാഗത്തോളം മാത്രമേ നമ്മൾ തുണിയുടെ മുറിക്കാനായിട്ട് പാടുള്ളൂ. ഇനി നമുക്ക് ഈ വള്ളികൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. ഇത് ബനിയൻ്റെ തുണിയായതുകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് വലിഞ്ഞൊരു നൂലിൻ്റെ രൂപത്തിൽ വരും. അത് നിങ്ങൾക്ക് നന്നായിട്ട് വേണമെങ്കിൽ വലിക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വലിക്കുന്നേ ഉള്ളൂ. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കണം, എല്ലാ നൂലും ചെയ്യുക. പിന്നെ നമുക്ക് ഇതിന് ശേഷം ഇപ്പോൾ നമ്മൾ ടീഷർട്ടിൻ്റെ പകുതി ഭാഗം ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ പകുതി പീസ് അവിടെ വെട്ടാനായിട്ട് ബാക്കിയുണ്ട്. അതും കൂടി വെട്ടിയിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. വേറെ ബനിയനുകൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എല്ലാ പീസുകളും ഇങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പഴയ ടീഷർട്ടും പിന്നെ ഒരു ഇന്നർ ബനിയനുമാണ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഒതുക്കി ഒന്ന് മടക്കി എടുക്കുക. അടുത്തതായിട്ട് ഞാനിപ്പോൾ ഒരു ഒഴിഞ്ഞ ഡിഷ് വാഷിൻ്റെ കുപ്പി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു കത്തി ചൂടാക്കിയിട്ട് മുറിച്ചാൽ മതി, അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങൾ കാണുന്ന പോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്, കണ്ടില്ലേ. ഇനി അതിന് 2 ഹോളുകളും കൂടി ഇട്ട് കൊടുക്കണം. അത് നമ്മൾ പപ്പടമൊക്കെ എടുക്കുന്ന ആ കോല് വെച്ചിട്ടൊന്ന് ചൂടാക്കി കുത്തി കൊടുത്താൽ മതി. ഇപ്പം ഞാൻ 2 സൈഡിലും ഇതുപോലെ 2 ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മസ്റ്റായ കാര്യമല്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ഹോൾ ഇട്ടാൽ മതി. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബനിയൻ്റെ തുണികൾ നമ്മൾ ജസ്റ്റ് കറക്റ്റായിട്ടൊന്ന് മടക്കി എടുക്കുകയാണ്. ആ ഡിഷ് വാഷിൻ്റെ കുപ്പിയുടെ ഉള്ളിലോട്ട് കയറുന്ന രീതിയിൽ വേണം നമ്മൾ ആ ഒരു ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെറുതാക്കി ഒന്ന് മടക്കി ഒതുക്കി എടുക്കുക. ഇനി നമ്മളിപ്പോൾ ഈ മടക്കിയെടുത്തത് ഒരിക്കലും തന്നെ അഴിഞ്ഞു പോവാതിരിക്കാനായിട്ട് ഞാനിപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൂചി, നമ്മൾ ഈ ചാക്കൊക്കെ തുന്നുന്ന സൂചിയില്ലേ, സാധാരണ നമ്മൾ തുന്നുന്ന സൂചിയേക്കാളും കുറച്ചുകൂടി വലിയൊരു സൂചി, അതും നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു നൂലും കൂടി ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ കോർത്തെടുത്തിട്ട് ഒന്ന് കുത്തിയിട്ട് ഇത്തിരി ഫോഴ്സ് കൊടുക്കണം. അങ്ങനെ കുത്തി നമ്മളത് ഒന്ന് കെട്ടി കൊടുക്കുക, നന്നായിട്ട് തന്നെ മുറുക്കി കെട്ടി കൊടുക്കുക. ഇതിനെ അഴിഞ്ഞു പോരണ്ട.
ഇനി നമുക്കിത് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ കുപ്പിയുടെ ഉള്ളിലോട്ട് കടത്തിയിട്ട് ഇതുപോലെ വേണമെങ്കിൽ നേരത്തെ നമ്മളൊരു ഹോൾ ഇട്ട് കൊടുത്തില്ലേ, അതിലെ കോർത്തെടുത്തിട്ട് ഇത് കെട്ടി ഉറപ്പിക്കാം. അതല്ലെങ്കിൽ ഇത് കുറച്ച് ഗ്ലൂ ഗണ്ണിൻ്റെ പശ ആക്കി കൊടുത്തിട്ട് നമുക്ക് ഈ കുപ്പിയുടെ ഉള്ളിലോട്ട് വെച്ചിട്ട് അങ്ങനെയും ഒട്ടിക്കാം. ഇതിലേതാ നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഗ്ലൂ ഗണ്ണിൻ്റെ പശ കൂടി ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഈ കുപ്പിയുടെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല ടൈറ്റാണ് ഈ തുണി ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ പശയും കൂടി വരുമ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും, അത് പോരൊന്നുമില്ല. ഇനി അഥവാ വല്ല സംശയം ഉണ്ടെങ്കിൽ മാത്രം നേരത്തെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതിലൂടെ നമ്മൾ നൂല് സൂചിയും കൂടി കോർത്തെടുത്തിട്ട് കെട്ടി കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഗ്ലൂ ഗൺ ഒന്നുകൂടി ഒന്ന് സൈഡിലും കൂടി ഒന്ന് ആക്കി കൊടുക്കുകയാണ്. ഇനി നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇത് ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ മോപ്പിൻ്റെ തുടയ്ക്കുന്ന ഭാഗം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് നമ്മൾ ഇത് കറക്റ്റായി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് ഭംഗി വരുത്താനായിട്ട് ഈ കുപ്പിയുമേ ഞാൻ ജസ്റ്റ് ഫാബ്രിക് പെയിൻറ് വെച്ചൊന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സാധാരണ മോപ്പ് പോലെ വെള്ളത്തിൽ മുക്കിയിട്ട് തുടയ്ക്കാവുന്നതാണ്. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുപ്പി വെച്ചിട്ട് ചെയ്തുകൊണ്ട് ആ ത്രെഡ് നമുക്ക് തിരിച്ച് ഊരിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വാഷ് ചെയ്തിട്ട് വീണ്ടും ഫിറ്റാക്കാം. വെറുതെ നമ്മൾ തുണിയൊക്കെ വെച്ച് കെട്ടിയിട്ടൊക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് ഊരിയെടുക്കാനൊക്കെ വളരെ പാടാണ്. മാത്രമല്ല അത് ഊരി പോരാനൊക്കെ സാധ്യതയുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നല്ല ടൈറ്റിൽ തന്നെ ആ കുപ്പി ത്രെഡ് നമുക്ക് തിരിച്ചിട്ട് അതിൽ ഫിറ്റാക്കി വെക്കാൻ പറ്റും. ഈ കുപ്പി പോലെ തന്നെയാണ് മിനറൽ വാട്ടറിൻ്റെ കുപ്പിയുടെ ആ ഒരു ത്രെഡും കറക്റ്റായിട്ട് ഏത് മോപ്പിനും ഫിറ്റാവും. ഞാൻ കുറച്ചൊക്കെ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഒരു ഡിഷ് വാഷിൻ്റെ കുപ്പിയെങ്കിലും ഇല്ലാത്ത ഒരു വീടും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു ചാനലായ പ്രാർത്ഥനാസ് വേൾഡിനും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ എല്ലാവരും അതിലെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇനി നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.